അസ്സലാമലൈക്കും. സ്നേഹമുള്ളവരെ, കുറച്ചു നാളുകളായി ഞാനിടുന്ന വീഡിയോ സൂഫിസവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാൻ വീഡിയോസ് തുടങ്ങിയത്. ഓരോ വിഷയങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തരാം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ചാനൽ തുടങ്ങുന്നതും പല തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രോഗ്രാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രോഗ്രാം ഇടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മിലേക്ക് കടന്നു വന്ന ഓരോ സബ്സ്ക്രൈബേഴ്സും പല ആശയങ്ങളും ഉൾക്കൊള്ളുന്നവരായിരിക്കാം. ഏതെല്ലാം തരത്തിലുള്ള ആശയങ്ങൾ ഉൾക്കൊള്ളുന്നവരായാലും എല്ലാവർക്കും അവരവരുടേതായ കാഴ്ചപ്പാടുകളും അവരവരുടേതായ അറിവുകളും ഒക്കെയുണ്ട്. അത്തരം അറിവുകളിലേക്ക് ഒരു പുതിയ അറിവ് വരുമ്പോൾ സംശയം ഉണ്ടാവുക സ്വാഭാവികമാണ്. കാരണം നമ്മൾ പഠിച്ചു വെച്ചുകൊണ്ട് കേൾക്കുന്നതിലേക്ക് നോക്കുമ്പോൾ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. ഞാനിട്ട വീഡിയോസിൽ കമന്റുകളൊക്കെ വളരെ കുറവാണ്. എങ്കിലും ചില ആളുകൾ ഒന്നോ രണ്ടോ കമന്റുകളൊക്കെ ഇടാറുണ്ട്. ഈ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട ഒരു വീഡിയോക്ക് താഴെ ഒരു സുഹൃത്ത് ഒരു ചോദ്യം ചോദിച്ചു. മുസ്ലിങ്ങളെ പറയിപ്പിക്കാൻ വേണ്ടിയാണോ നിങ്ങൾ ഈ ഏകദൈവ വിശ്വാസത്തിലേക്ക് ബഹുദൈവ വിശ്വാസം കൊണ്ടുവന്ന് കയറ്റുന്നതെന്ന്? അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, ആ വീഡിയോയിൽ ഏകദൈവത്തിനെ കുറിച്ചോ ബഹുദൈവത്തിനെ കുറിച്ചിട്ടോ ഞാൻ സംസാരിച്ചിട്ടില്ല. സൂഫികളെ കുറിച്ച് സംസാരിച്ച് വന്നിട്ട് ആ വിഷയം മുറിഞ്ഞ് ഉദാഹരണങ്ങളിലേക്ക് കടന്ന് ദിശ കൊലക്കേസും അതുപോലെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പോവുകയാണ് ചെയ്തത്. അപ്പൊ ഞാൻ ആലോചിച്ചു, ഇദ്ദേഹം എന്താ ഇങ്ങനെ പറയാൻ കാരണം? അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, സ്വാഭാവികമായിട്ട് ഇത്തരം ചോദ്യങ്ങള് സുന്നികളിൽ നിന്ന് വരിക വളരെ അപൂർവമാണ്. ഇത്തരം വിഷയങ്ങൾ കേൾക്കുമ്പോൾ വേഗം ചാടിക്കേറി അഭിപ്രായം പറയുന്നത് മുജാഹിദോ ജമാഅത്ത് ഇസ്ലാമിലോ പെട്ട പാവപ്പെട്ട കുട്ടികളായിരിക്കും. കാരണം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർ കേട്ടു വളർന്നതിലൂടെയാണ് അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അവര് മാറാനും തയ്യാറാകില്ല. കാരണം നമ്മൾ ഈ ലോകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ലോകത്ത് ഒരുപാട് സൃഷ്ടികളുണ്ട്. എന്തെല്ലാം തരത്തിലുള്ള സൃഷ്ടികളാണ് ഈ ലോകത്തുള്ളത്? അതിൽ സംസാരിക്കാനും ചിന്തിക്കാനും അതുപോലെ തന്നെ പല കാര്യങ്ങള് പ്രവർത്തിക്കാനും കണ്ടുപിടിക്കാനും ഒക്കെ കഴിവുള്ളത് മനുഷ്യനിക്ക് തന്നെയാണ്. അതുകൊണ്ട് മനുഷ്യൻ ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു ജീവിയായി നിലകൊള്ളുകയാണ്. ഈ മനുഷ്യൻ എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലാണ് ഉള്ളത്. ഒന്ന് ആണായിട്ടും ഒന്ന് പെണ്ണായിട്ടും. പിന്നെ ഭാഷാടിസ്ഥാനത്തിൽ പലർക്കും പലതരത്തിലുള്ള ഭാഷകളുണ്ട്. അതുപോലെ തന്നെ നിറവ്യത്യാസങ്ങളുണ്ട്. അങ്ങനെ പല തരത്തിലാണ് മനുഷ്യനെ ഈ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. എല്ലാവരെയും ഒരേപോലെ സൃഷ്ടിച്ചിട്ടില്ല. എല്ലാവർക്കും ഒരേപോലെയുള്ള സംഭാഷണമില്ല. എല്ലാവർക്കും ഒരേപോലത്തെ സൗന്ദര്യമില്ല. അതിൽ വൈകല്യമുള്ളവരുണ്ട്, അന്ധന്മാരുണ്ട്. അങ്ങനെ പലതരത്തിലും മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. ഒരു ഭിക്ഷയാചിക്കുന്നവൻ തൊട്ട് അങ്ങ് കോടീശ്വരൻ വരെ നിലകൊള്ളുന്ന മനുഷ്യ സമുദായത്തെ നമുക്ക് കാണാം. അതില് മതപരമായിട്ട് നോക്കുമ്പോൾ ഹിന്ദുക്കളിൽ തന്നെ പലതരത്തിലുള്ള വിശ്വാസങ്ങളായിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ മുസ്ലിങ്ങളിൽ പലതരത്തിലുള്ള വിശ്വാസങ്ങളായിട്ട് പോകുന്ന മുസ്ലിം സമുദായമുണ്ട്.
ക്രിസ്ത്യൻസിലും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളും ആശയങ്ങളുമായിട്ട് പോകുന്ന ആളുകളുണ്ട്. എന്തുകൊണ്ടാണ് എല്ലാവർക്കും ഒരേപോലത്തെ ആശയം വരാതിരുന്നത്? നമ്മൾ അങ്ങോട്ടാണ് ചിന്തിക്കേണ്ടത്. ഒരു വിഭാഗം പറയുന്നു ഏകദൈവം, ദൈവം ഒന്നേ ഉള്ളൂ. സത്യത്തിൽ ഈ പറയുന്നവർ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ദൈവത്തെ ആരും കണ്ടിട്ടില്ല. ദൈവത്തിന്റെ അനുയായികളായിട്ട് ദൈവത്തെ കുറിച്ച് സംസാരിക്കുന്നതൊക്കെ മനുഷ്യനാണ്. അപ്പോൾ മനുഷ്യൻ തന്നെയാണ് ദൈവത്തെ കുറിച്ച് സംസാരിക്കുന്നത്. ഈ മനുഷ്യൻ ദൈവത്തെ കണ്ടിട്ടുമില്ല. അപ്പൊ കാണാത്ത ദൈവത്തെ ഏകദൈവം എന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ആരാണ് എന്ന് ചോദിച്ചാൽ മുസ്ലിങ്ങൾ പറയും അള്ളാഹു ആണെന്ന്. ഹിന്ദുക്കൾ അവരുടേതായ രീതിയിൽ ദൈവം ആണെന്ന് പറയും, ബ്രഹ്മാവ് എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ തന്നെ ക്രിസ്ത്യാനികളും അവരുടേതായ രീതിയിലുള്ള ഒരഭിപ്രായം അവരും പറഞ്ഞേക്കാം. എങ്കിലും ദൈവം എന്ന് പൊതുവെ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ദൈവത്തെ ആരും കണ്ടിട്ടില്ല. ദൈവത്തിന്റെ കാര്യങ്ങളൊക്കെ മനുഷ്യനാണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പൊ ഇവിടെ മുസ്ലിം സമുദായത്തിന്റെ വിഷയം എടുക്കുമ്പോൾ മുസ്ലിം സമുദായത്തിലുള്ള പല വിഭാഗം ആളുകൾ, ഈ വിഭാഗങ്ങൾക്കെല്ലാം ഈ അള്ളാഹു എന്ന് പറയുന്ന പേര് എവിടെ നിന്ന് കിട്ടി? ആരാണ് അത് പറഞ്ഞത്? ദൈവത്തിന്റെ പേര് അള്ളാഹു ആണെന്ന് എങ്ങനെ മനസ്സിലായി? അപ്പോൾ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത കാലഘട്ടങ്ങളിൽ അവർ പറഞ്ഞു വന്ന ധാരാളം അറിവുകൾ, അതിനെയാണ് ദൈവവചനമായി കാണുന്നത്. കാരണം ഒരറിവുമില്ലാത്ത ഒരു വ്യക്തിക്ക് ആ വ്യക്തിയിൽ നിന്ന് ധാരാളം അറിവുകൾ ഒരു കോളേജിൽ പോയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗുരുക്കന്മാരുടെ കീഴിലിരുന്നു കൊണ്ടിട്ടോ കിട്ടിയ ഇൽമല്ല, അദ്ദേഹത്തിന്റെ ജീവിതകാലങ്ങളിൽ സ്വയം മനസ്സിലാക്കി പറയുന്ന വിഷയങ്ങളെല്ലാം ഓരോ വ്യക്തികൾക്കും അനുഭവങ്ങളിലൂടെ അത്ഭുതങ്ങളായി കടന്നു വന്നപ്പോൾ അവരുടെ വാക്കുകൾ ദൈവവചനമായി മാറുകയാണ് ഉണ്ടായത്. പ്രവാചകന്റെ കാലശേഷം അവരിൽ നിന്നുണ്ടായ അറിവുകളും ആ അറിവുകൾ പല ആളുകൾക്കും പല രീതിയിലാണ് ലഭിച്ചിരിക്കുന്നത്. ആ ലഭിച്ചിരിക്കുന്നവർ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഒരു ഗ്രന്ഥം രൂപകൽപ്പന ചെയ്ത് പരിശുദ്ധ ഖുർആൻ എന്ന പേരിൽ മുസ്ലിം സമുദായത്തിന്റെ കയ്യിലിരിക്കുമ്പോൾ ഈ പരിശുദ്ധ ഗ്രന്ഥം അള്ളാഹുവിന്റെ കലാമാണെന്ന് പറയാനുള്ള കാരണം ആകാശത്തു നിന്ന് അള്ളാഹു തആല ഇറക്കി തന്ന ഒരു ഗ്രന്ഥമല്ല, മറിച്ച് ഒരു മനുഷ്യനിൽ ആ മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് വന്ന അറിവുകൾ അത് ദൈവവചനമാണ്. ആ വചനങ്ങൾ ഒരു ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചപ്പോൾ അത് ദൈവവചനമായി മാറുകയും അതിനെ പരിശുദ്ധ ഖുർആൻ എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്യുന്നു. പല ആളുകൾക്കും ഞാൻ പറയുന്ന വിഷയത്തിന് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം, എനിക്കറിയില്ല. എങ്കിലും എന്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോ ഏകദൈവം, ആ ഏകദൈവം എന്ന് പറയുന്ന വിശ്വാസത്തില് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം തർക്കലീഗിനോ ജമാഅത്ത് ഇസ്ലാമിക്കോ സുന്നിക്കോ ഒന്നും തർക്ക വ്യത്യാസങ്ങളൊന്നുമില്ല. എല്ലാവരും അള്ളാഹു ഉണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെ തന്നെയാണ് എല്ലാവരും ജീവിതം നയിക്കുന്നതും നമസ്കാരം നടത്തുന്നതും ഒക്കെ അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ള ഇബാദത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോ ഈ അള്ളാഹ് എന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞത് പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെയാണ്. ഖുർആൻ പറയുന്നു അള്ളാഹു ഏകനാണ്, അവനല്ലാതെ ഒരു ഇലാഹില്ല, അവനെ മാത്രം ആരാധിക്കുക എന്ന് പറയുന്നു. അപ്പൊ ആ ആരാധന കർമ്മങ്ങളെല്ലാം ദൈവത്തിനാണെങ്കിൽ ആ ദൈവത്തിന് വേണ്ടി അത് അർപ്പിക്കാനായിട്ട് അത് പഠിപ്പിച്ചു തന്ന ആൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ ദൈവമല്ല, മറിച്ച് ദൈവം
മറ്റൊരാളെ നിയോഗിച്ചു. ആരാണ് ആള്? മലക്കുകളല്ല, മനുഷ്യനാണ്. ആ മനുഷ്യൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ ധാരാളം പ്രവാചകന്മാർ ഓരോ കാലഘട്ടത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുമായി കടന്നു വരികയും അതിൽ അവസാന പ്രവാചകൻ എന്ന് വിശേഷിപ്പിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരിലൂടെ നമസ്കാരം എന്ന് പറയുന്ന ഒരു കർമ്മം മുസ്ലിങ്ങൾക്ക് ഉണ്ടാകുന്നു. ആ നിസ്കാരം പോലും റസൂലിൽ നിന്നുണ്ടായതാണെങ്കിൽ ഇന്ന് ഇവിടെ ഷാഫി, അനഫി, അംബലി, മാലിക് എന്ന് പറയുന്ന 4 മദ്ഹബുകൾ, ആ 4 മദ്ഹബുകൾ ഈ നമസ്കാരം നിർവഹിക്കുന്നത് വ്യത്യസ്തമായ രീതിയിലാണെന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരു റസൂലിൽ നിന്നാണ് ഇബാദത്ത് വന്നതെങ്കിൽ ഈ 4 മദ്ഹബുകാർക്ക് 4 രീതിയിൽ നിസ്കാരമായി പോയതിന്റെ കാരണം എന്താണ്? അതിനിടയിലേക്ക് കടന്നു വന്ന പുത്തൻ പ്രസ്ഥാനക്കാരായ ഈ പറയുന്ന ആളുകൾ അവരുടെ നിസ്കാരത്തിലും അവരുടെ ബാങ്കിന്റെ സമയത്തിലും അവർ വ്യത്യാസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാര് പറഞ്ഞിട്ടാണ്? തറാവീഹ് നമസ്കാരത്തിലെ വ്യത്യാസങ്ങൾ, ഹനഫികളുടെ നിസ്കാരത്തില് വ്യത്യാസങ്ങളുണ്ട്. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും വ്യത്യസ്തമായ രീതിയിലാണ് നമസ്കാരത്തിന്റെ രൂപം ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടേതാണ് ശരി, ഞങ്ങളുടേതാണ് ശരി, ഞങ്ങളുടേതാണ് ശരി എന്ന് പറഞ്ഞ് പരസ്പരം തമ്മിൽ തല്ലുകയാണ്. ഏതാണ് ശരിയെന്ന് ഒരാൾക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുമോ? ഞാൻ പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കില്ല. നിങ്ങൾ പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കില്ല. അപ്പോ യഥാർത്ഥത്തിൽ ശരിയോ തെറ്റോ എന്തുമായിക്കൊള്ളട്ടെ, ഓരോ വ്യക്തികളും അവരവരുടേതായ കാഴ്ചപ്പാടിലൂടെ മനസ്സിലാക്കിയ അറിവുകളുമായി മുന്നോട്ട് പോയി ജീവിച്ച്, എല്ലാത്തിനേക്കാളുപരി ജീവിതവും മരണവുമാണല്ലോ, മരിക്കുന്നത് വരെ ജീവിക്കണം. പക്ഷെ ഭൂരിഭാഗം ആളുകളും അറിവില്ലാത്തൊരു വിഷയത്തെക്കുറിച്ച് പരസ്പരം ആക്ഷേപിച്ച് തമ്മിൽ തല്ലി മരിക്കുകയാണ്. സത്യം എന്താണെന്നുള്ളത് മരിച്ചാലാണ് അറിയാൻ പറ്റുള്ളൂ. എങ്കിലും ആ മരിച്ചു കഴിയുമ്പോൾ ഒരു സത്യമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കാൻ കാരണം പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കള്ളം പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നായി സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ, അവർ പറഞ്ഞ കാര്യത്തിൽ തർക്കമില്ല, സംശയമില്ല. അപ്പൊ മരണാനന്തര ശേഷം ഒരു ജീവിതമുണ്ടെന്നുള്ള ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വന്നപ്പോഴാണ് ഈ ദീൻ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഇവിടെ നിലകൊള്ളുന്നത്. ആ ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ ആളുകളും അവരവരെല്ലാം ഓരോരോ പണ്ഡിതന്മാരായി രൂപം പ്രാപിച്ച് അവരവരുടെ ജീവിതമാർഗത്തിന് വേണ്ടി സംസാരിക്കുന്നതല്ലാതെ മറിച്ച് ജനങ്ങൾക്ക് നന്മ പറയുന്ന ആളുകളെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ജനങ്ങൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ നല്ലത് അവർക്കൊപ്പം നിന്നുകൊണ്ട്, പക്ഷെ അതിൽ പോലും തർക്കങ്ങൾ, അതിൽ പോലും ആശയക്കുഴപ്പങ്ങൾ കൊണ്ട് മനുഷ്യൻ കൺഫ്യൂഷനായി പോവുകയാണ്. അപ്പൊ ഏകദൈവം എന്ന് പറയുന്ന സംഭവം അവിടെ ആ ഒരു വിഷയത്തിൽ എല്ലാ കൂട്ടരും അങ്ങനെ തന്നെയാണ് പറയുന്നതെങ്കിലും ബഹുദൈവം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ വിഷയത്തിൽ ബഹുദൈവം എന്ന് ഇവര് കളിയാക്കിയത് ഈ സൂഫി വര്യന്മാരെയാണ്. സൂഫികളെ ആരും ദൈവമാണ് സൂഫികളോ ആരും പറഞ്ഞിട്ടില്ല. ഞാനത് കുഴിയിലേക്ക് വീഴുമ്പോൾ എന്റെ അടുത്ത് നിൽക്കുന്ന ആളാണ്, അയാൾ ഞാൻ അടുത്ത് വിളിക്കുന്നത്. കൂട്ടുകാരാണെങ്കിൽ അവർക്ക് വേണ്ടി രക്ഷിക്കടാ എന്ന് എന്റെ കൂട്ടുകാർ, അള്ളാ എന്നെ രക്ഷിക്ക് എന്ന് എനിക്ക് കൂടിക്കൊണ്ട് പറയാൻ പറ്റും. പെട്ടെന്ന് കാര്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചിലപ്പോൾ വിളിച്ചു പോകും, അമ്മോ അല്ലെങ്കിൽ അമ്മേ അച്ഛാ എന്നൊക്കെ നമ്മുടെ ഉള്ളിൽ നമ്മളറിയാതെ പെട്ടെന്ന് വരുന്ന ചില വാക്കുകളുണ്ട്. അപ്പൊ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് കൊടുക്കുമ്പോൾ, നമ്മളൊരു ലിഫ്റ്റിൽ കയറി, ആ ലിഫ്റ്റിൽ കരണ്ട് പോയി, നമ്മൾ അവിടെ നിന്നൊക്കെ അമ്മാവുകയെ കരണ്ട് പോയി, എന്താ ചെയ്യാൻ? ചിലപ്പോൾ സ്വാഭാവികമായിട്ട് മനസ്സിൽ പറയും. പക്ഷെ അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് നമ്മൾ ആരെങ്കിലും വിളിക്കാനുള്ള വഴിയാ നോക്കുള്ളൂ. നീ മൊബൈൽ ഫോൺ കൊണ്ട് വേഗം ഫോൺ എടുത്തിട്ട് നമ്മൾ അതിന്റെ ആളുകളെ വിളിച്ചിട്ട് ഞാൻ ലിഫ്റ്റിൽ കുടുങ്ങിയിരിക്കുകയാണെന്ന് പറയുക, അന്നാലും ഫോൺ ചെയ്ത് പറയാൻ പറ്റില്ല. അള്ളാഹു എല്ലാത്തിനും കാരണങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം അള്ളാഹ് എന്ന രീതിയിലല്ല, അതെല്ലാത്തിനും കാരണം. അതാണ് ബുദ്ധി എന്ന് പറയുന്നത്. നമുക്കൊരു ബുദ്ധി തന്നിട്ടുണ്ട്, അതിനുള്ള വഴികൾ തന്നിട്ടുണ്ട്. അപ്പൊ ആ വഴികളിലൂടെ ഓരോന്ന് ചെയ്ത് പോവുക എന്നുള്ളതാണ്. എല്ലാത്തിനും അള്ളാഹനെ വിളിക്കലല്ല. എനിക്ക് ആരും ആശുപത്രിയിൽ പോയി കിടക്കണ്ടല്ലോ, എല്ലാവരും ഇവിടെ എന്നിട്ട് അള്ളാഹനെ വിളിച്ചാൽ പോരെ, അള്ളാ എന്റെ രോഗം മാറ്റിത്താ, അള്ളാഹ് ഇത് മാറ്റിത്താ, അള്ളാഹിന്റെ. ഇപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ട് ചോദിക്കും, അപ്പൊ നിങ്ങൾ
നീതിശേഖരന്റെ അവിടെ പോയിട്ട് നീതിശേഖരെ മാറ്റിത്താ മറ്റേ ഇവിടെ മാറ്റിത്താ എന്നുള്ളൊരു ചോദ്യം ഏതൊരു മനുഷ്യനിക്കും അവസാന ഘട്ടത്തിലാണ് വരുന്നത്. എന്താണ്? ഒരു ആശുപത്രിയിൽ ചെന്നാൽ പോലും അവിടുത്തെ ഡോക്ടർമാര് ആ രോഗിക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സാ നടപടികൾ നടത്തുമ്പോൾ ആ ഡോക്ടർമാർക്ക് പോലും അതിനൊരു ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ അവർ പോലും അവസാന വാക്കായിട്ട് പറയുന്നതിന് പ്രാർത്ഥിക്കും. അപ്പൊ പ്രാർത്ഥിക്കാനാണ് പറയുന്നത്. അപ്പൊ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് വിശ്വാസമുള്ള ഒരു സ്ഥലത്തിലേക്ക് എളുപ്പത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ നമ്മൾ വളരെ ദൂരെയാണ്, എന്നാലും കണ്ടിട്ടില്ല. പക്ഷെ അള്ളാഹ് കണ്ടവർ, അപ്പൊ റസൂലുള്ളാഹിനെ കണ്ടു, റസൂലിൽ നിന്ന് എഴുതി വന്നു. അപ്പൊ അതുപോലെ വന്ന താബീങ്ങളായിട്ട് കടന്നു വന്ന ഓരോ ആളുകളും അവര് പറഞ്ഞ അറിവുകളും അവര് പറഞ്ഞ വിഷയങ്ങളൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും റസൂൽ എങ്ങനെയാണോ അതുപോലെ തന്നെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങൾ അവരിൽ നിന്ന് ഉണ്ടാകുന്നത് കൊണ്ട് അവരെ വിശ്വസിക്കുകയാണ്. അപ്പൊ സംശയങ്ങളാണ് മനുഷ്യനെ എപ്പോഴും കുഴപ്പത്തിലാക്കുന്നത്. കാരണം ഈ സംശയം കൊണ്ട് നമുക്ക് എവിടെയും എത്താൻ പറ്റില്ല. പറയുന്ന കാര്യങ്ങൾ കേട്ട് ആ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ എന്ന് അന്വേഷിക്കണം. ഏതെങ്കിലും ഒരു സൂഫിയെ പരിഹസിക്കാൻ നമുക്ക് എളുപ്പമാണ്. അപ്പൊ ആരെയും പരിഹസിക്കാനോ അതിനുള്ള ലൈസൻസ് വിദ്യാരാജ്യത്ത് പ്രധാനമന്ത്രിനെ വരെ കളിയാക്കാൻ നമുക്ക് അവകാശമുണ്ട്. പക്ഷെ ഇത് സൗദി അറേബ്യയിൽ പറ്റുമോ? അവിടെ നടക്കില്ല. ദുബായിൽ പറ്റും. അവിടുത്തെ രാജാക്കന്മാരെ കളിയാക്കാൻ പറ്റും? ഇല്ല. അപ്പൊ അവിടെ ലിമിറ്റേഷൻ ഉണ്ട്. ഇവിടെ ലിമിറ്റ് ഇല്ല. ആർക്കും എന്തും വായിക്കും ഇതൊക്കെ പറയാനുള്ള സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങളാണ് നമ്മുടെ നാട്ടിലെ വിശ്വാസങ്ങളെയും അതുപോലെയുള്ള മതസൗഹാർദ്ദത്തെയും ഒക്കെ ഇപ്പൊ തന്നെ എലക്ഷൻ കഴിഞ്ഞു. ആ എലക്ഷൻ കഴിയുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഇന്ന പാർട്ടി ജയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ചാനലുകാർ തുരുതുരാന്ന് ഇങ്ങനെ പ്രസംഗം നടത്തിക്കൊണ്ടിരുന്നത്. ലാസ്റ്റ് ഇവിടെ ജയം വന്നു. അപ്പൊ അതിലും തർക്കം നടക്കുകയാണ്. ആ കോൺഗ്രസും ജയിച്ചില്ലേ, മോദി തോറ്റില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആ തർക്കം നടക്കുകയാണ്. ഇനി അധികാരത്തിൽ ആര് വരും എന്നുള്ള ആ ചർച്ചയിൽ ഓരോരുത്തരും ഊഹാപോഹങ്ങൾ കൊണ്ട് അങ്ങ് ചാനലുകളിൽ പറയുകയാണ്. യഥാർത്ഥമായ സംഭവം വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. കുറെ ആൾക്കാർ പറയുന്നു മോദി ഇനി വരില്ല, ഒരു വിഭാഗം പറയുന്നു മോദി ഇനിയും വരും. ഇങ്ങനെ എല്ലാവരും അവരവരുടേതായ കാഴ്ചപ്പാടിൽ ഇങ്ങനെ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളവരായിപ്പോയി. അപ്പൊ ബഹുദൈവ വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് ഇബ്രാഹിം നബിയുടെ കാലത്ത് ബിംബാരാധനകൾ ഉണ്ടായിരുന്നു. അത് ബിംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണ് കൊണ്ടൊരു രൂപമുണ്ടാക്കിയിട്ട് അതിന് കഴിവുണ്ടെന്ന് പറയുന്ന ഒരു പ്രക്രിയ. അപ്പൊ ആ ഒരു കാൽക്കുലേഷൻ വെച്ചുകൊണ്ട് ഇന്ന് ഹിന്ദു സമുദായത്തിൽപ്പെട്ട അവർ ഓരോ അവരുടെ പ്രതിഷ്ഠകളെ കണ്ടുകൊണ്ടാണ് അവര് കാഫിര്യങ്ങളാണ്, അവര് ശിർക്ക് ചെയ്യുന്നവരാണ്. അതുപോലെ ശിർക്ക് ചെയ്യുന്നവരാണ് ആര്? ഈ ഖബർ സിയാറത്ത് നടത്തുന്നവർ. കാരണം അവർ ഈ ഖബറിനെ ആരാധിക്കുന്നു, മറ്റൊരു പ്രതിഷ്ഠകളെ ആരാധിക്കുന്നു. അപ്പൊ ക്രിസ്ത്യാനികൾ യേശു ക്രിസ്തുവിന്റെ രൂപം വെച്ചിരിക്കുന്നു, മാതാവിന്റെ രൂപം വെച്ചിരിക്കുന്നു, മാലാഖമാരുടെ രൂപം വെച്ചിരിക്കുന്നു, അവരൊക്കെ രൂപത്തെ പ്രാർത്ഥിക്കുന്നു. എങ്കിൽ ഈ ബൈബിളിലും രൂപപ്രാർത്ഥനയെ കുറിച്ചിട്ട് എതിർത്ത് സംസാരിച്ചിട്ടുണ്ട്. രൂപപ്രാർത്ഥന പാടില്ല എന്നുള്ളത് ഞാനിങ്ങനെ പറഞ്ഞു കേട്ടതാണ്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രതിഷ്ഠകളാണ്. ഇപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാനൊരു മുസ്ലിമാണ്. അപ്പൊ ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും, മുസ്ലിങ്ങളായ ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടും. മറിച്ച് ഞാൻ ഓം നാരായണായ നമഃ എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ? മുസ്ലിങ്ങൾക്ക്. ഞാൻ അങ്ങനെ പറയുമ്പോൾ നിങ്ങളെന്തോന്ന് തല ചൊറിയും. നിങ്ങൾ പറയും ഇയാൾ മുസ്ലിം അല്ല, ഇയാൾ എന്താണ് ഓം നാരായണായ നമഃ എന്നൊക്കെ ചെല്ലണത്. ഓം എന്ന് കാണുമ്പോൾ തന്നെ ടെൻഷനാണ്. കാരണം RSSനെയും BJPനെയും ഒക്കെ ഓർമ്മ വരുന്നു. അപ്പൊ എന്താണ് ഓം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം? നാരായണൻ. എന്താണ് നാരായണൻ? നാരവും അയനനും കൂടി ചേർന്നാണ് നാരായണനായത്. നമ എന്ന് പറയുന്ന വാക്ക് സ്തുതിക്കുന്നു. നാരം എന്ന് പറഞ്ഞാൽ ജലൻ എന്നാണ്. അയനൻ എന്ന് പറഞ്ഞാൽ ആധിപത്യമുള്ളവെന്നാണ്. ഓം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവനും നിലകൊള്ളുന്നത് എന്നാണ് അതിന്റെ അർത്ഥം.
അപ്പൊ ഈ പ്രപഞ്ചം മുഴുവനും നിലകൊള്ളുന്ന വെള്ളത്തിന് മീതെ ആധിപത്യമുള്ളവൻ നാം ആസ്വദിക്കുന്നു. അപ്പൊ നാരവും അയനനും, നാരമയനായ നമഃ, അപ്പൊ നാരവും അയനനും കൂടി ചേർന്ന് നാരായണനായി. അപ്പൊ വെള്ളത്തിന്റെ മീതെ ആധിപത്യം സ്ഥാപിച്ചവൻ. അപ്പൊ അവർ അതിനൊരു രൂപമുണ്ടാക്കി, അതിനൊരു രൂപമുണ്ടാക്കി എന്നുള്ളൂ. അത് യാഥാർത്ഥ്യമാണ്. നമ്മൾ വളരെയധികം ചിന്തിച്ചാൽ മാത്രമേ ഇത് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. ഈ പറഞ്ഞ വാക്ക് നാരായണൻ, നാരവും അയനനും ചേർന്നിട്ട് നാരായണനായി. അപ്പൊ നാരായണൻ എന്നുള്ളത് ഒരു രൂപമാണ്. ഇപ്പൊ വെള്ളത്തിന്റെ മീതെ ആധിപത്യം. അപ്പൊ വെള്ളത്തിന്റെ മുകളിൽ ഒരു സർപ്പത്തെ ഇങ്ങനെ കിടത്തി അതിന്റെ മുകളിൽ ക്ഷയിക്കുന്ന ഒരു മഹാവിഷ്ണുവിന്റെ രൂപം നാരായണൻ എന്ന വാക്ക്. അവരതിൻ്റെ ഒരു രൂപമുണ്ടാക്കി. ആ രൂപമുണ്ടാക്കിയത് മാത്രമേ ഉള്ളൂ. മറിച്ച് വിഷയം നോക്കുമ്പോൾ വെള്ളത്തിന് മേലെ ആധിപത്യമുള്ളവനെ സ്തുതിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അതിനൊരു രൂപം ഉണ്ടായി, അത്രേ ഉള്ളൂ. വെള്ളത്തിന് രൂപമുണ്ട് എങ്കിൽ ആധിപത്യം എന്ന് പറയുന്ന വാക്കിന് രൂപമില്ല. ആധിപത്യം എന്ന വാക്കിന് രൂപമില്ല. അപ്പൊ ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു രൂപം, വെള്ളത്തിന്റെ മേലെ ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു രൂപമാണ് മഹാവിഷ്ണു. അപ്പൊ നാരായണൻ ഇങ്ങനെ കിടക്കുകയാണ്, ഒരു സർപ്പത്തിന്റെ മുകളിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ ഓം നാരായണായ നമഃ എന്ന് പറഞ്ഞാൽ വെള്ളത്തിന് മേലെ ആധിപത്യമുള്ളവനെ സ്തുതിക്കുന്നു എന്നാണെങ്കിൽ ഈ പറഞ്ഞത് പരിശുദ്ധ ഖുർആനിലെ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. വക്കാല അർഷു അലൽമാ, വെള്ളത്തിന് മേലെ ആധിപത്യമുള്ളവൻ. അപ്പൊ വക്കാല അർഷു അലൽമാ എന്ന് പറഞ്ഞപ്പോൾ അത് ഒരു പ്രശ്നമില്ല. അതിന് രൂപം ഉണ്ടാക്കിയതാണ്. നമ്മളൊന്നും രൂപം ഉണ്ടാക്കിയില്ല, അവര് രൂപം ഉണ്ടാക്കി. ഇപ്പൊ നമ്മൾ അസ്രായേൽ എന്ന് പറയുന്നത്, അസ്രായേലിന് നമ്മൾ രൂപം ഉണ്ടാക്കിയിട്ടില്ല. മറിച്ച് അവര് കാലൻ എന്ന് പറയുന്നു, അവരതിന് രൂപം ഉണ്ടാക്കി. എന്താണ് കാലത്തെ? ഒരു മനുഷ്യന്റെ കാലം തീർക്കുന്നവനാണ് കാലൻ. അപ്പൊ ഒരു ഭീകരാവസ്ഥയാണത്. ഒരു മനുഷ്യന്റെ മരണം എന്ന് പറയുന്നത് ഒരു ഭീകരാവസ്ഥ. എന്റെ റൂഹ് പിടിക്കാൻ വരുന്ന ആ ഒരു രൂപം അവരുടേതായ ഭാവനയിൽ അവരത് വർക്കൗട്ട് ചെയ്യുന്നു. അപ്പൊ അവര് വിശ്വസിക്കുന്നത് അസ്രായേലിനെയാണ്, ഇടിമിന്റെ കാറ്റ് മുതലായവ നയിക്കുന്ന മലക്ക്. അങ്ങനെ ഓരോ മലക്കുകളുടെയും രൂപങ്ങള് അവരുടേതായ ഭാവനയിൽ അവർ വർക്കൗട്ട് ചെയ്തെടുത്തു. അതുപോലെ തന്നെ വന്ന സൂഫി ഗുരുക്കന്മാരുണ്ടായിരുന്നു. അയ്യപ്പൻ, സ്വാമി അയ്യപ്പൻ, അവരുടെ എല്ലാം രൂപങ്ങള് സ്വാമി വിവേകാനന്ദന്റെ, ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമകളാണ് വെച്ചിരിക്കുന്നത്. അവരുടെ ഖബറിടത്തെ അല്ല, അവരുടെ പ്രതിമകളെയാണ് അവർ പൂജിക്കുന്നത്. ആ പൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവത്തിനെ ആരാധിക്കുന്നു എന്നല്ല. കാരണം അവർക്ക് അറിവ് പറഞ്ഞു കൊടുത്ത, അല്ലെങ്കിൽ അവർക്ക് നന്മകൾ പറഞ്ഞു കൊടുത്ത ആ അറിവിനെയാണ് അവർ റെസ്പെക്ട് ചെയ്യുന്നത്. അത് ആദ്യം തിരിച്ചറിയാൻ പഠിക്കണം. ഇത് തന്നെയാണ് മഹാന്മാരായ സൂഫി വര്യന്മാരുടെ ഖബറിന്റെ മുമ്പിൽ പോയി എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല അവിടെ പ്രവൃത്തി നടത്തുന്നത്. പലരും പല രീതിയിലാണ്. അതിൽ ധാരാളം അറിവില്ലാത്ത ആളുകളുണ്ട്. അവര് വന്നുകൊണ്ട് അവരുടേതായ രീതിയിൽ, നമ്മളിപ്പോ ഒരു കല്യാണ വീട് നമ്മൾ നോക്കുമ്പോൾ ചെക്കനും പെണ്ണും നിൽക്കണം. എന്തിനാ അവര് പൂമാല ഇടുന്നത്? എന്തിനാ കയ്യിൽ ബൊക്ക കൊടുക്കുന്നത്? എന്തിനാണ് അവർക്ക് മണവാട്ടിയുടെ സിൽക്ക് സാരിയൊക്കെ വാങ്ങി ഉടുപ്പിക്കുന്നത്? എന്തിനാണ് കല്യാണ വീട് അലങ്കരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ശിർക്കാണല്ലോ. ഈ അലങ്കാരങ്ങളെല്ലാം ശിർക്കാണല്ലോ. ഇത് റസൂലിന്റെ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ റസൂലിന്റെ കാലം വെച്ച് അളക്കണമെങ്കിൽ ഈ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവൃത്തിയും റസൂലിന്റെ കാലത്താണ്. അന്ന് യൂട്യൂബ് ഉണ്ടായിരുന്നു. ഇന്ന് മുസ്ലിയാക്കന്മാരൊക്കെ യൂട്യൂബിൽ കയറിയിരുന്നു. അപ്പൊ റസൂൽ യൂട്യൂബിലൂടെ സംസാരിച്ചിരുന്നു. അപ്പൊ ഇങ്ങനെ ന്യായീകരിക്കാൻ എല്ലാവർക്കും കഴിയും. യഥാർത്ഥത്തിൽ ഒരു വിഷയത്തെ കുറിച്ച് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധ്യമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവണം. അല്ലാണ്ട് ഈ ഖബർ സിയാറത്ത് ചെയ്യുന്നവരൊക്കെ ബഹുദൈവ വിശ്വാസികളാണ്, ശിർക്ക് ചെയ്യുന്നവരാണെന്നും പറഞ്ഞ് പരിഹസിക്കാൻ നിൽക്കണ്ട. അതെല്ലാം റെസ്പെക്റ്റാണ്, അറിവ് തന്നവരോടുള്ള ബഹുമാനമാണ്. ഗാന്ധി ജയന്തി വരുമ്പോൾ ഗാന്ധിജിയുടെ ഈ പറയുന്ന ആൾക്കാരെല്ലാവരും, മുസ്ലിങ്ങളായ എല്ലാ വിഭാഗക്കാരും കൊടിയേറ്റാൻ പോയി നിൽക്കുന്നുണ്ടല്ലോ ആഗസ്റ്റ് 15-ന്. ഗാന്ധി പ്രതിമയിൽ ഓരോരോ
തരത്തിൽ പൂക്കളർപ്പിക്കുന്നു. ഇതെല്ലാം ബഹുമാന്യ സൂചകമായി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും ആരാധനയല്ല. ഇതൊക്കെ തിരിച്ചറിയാനൊരു ബോധം വേണം. അപ്പൊ തിരിച്ചറിയാനുള്ള ഒരു ബോധം ഇല്ലാത്തതിന്റെ കാരണം അന്വേഷണം ഇല്ലാത്തത് കൊണ്ടാണ്. കേട്ട അറിവ് വെച്ചുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. നിങ്ങൾ കേട്ട അറിവ് വെച്ച് ഓടല്ലേ. കേട്ട അറിവ് ശരിയാണോ ഇല്ലയോ എന്ന് പരിശോധിക്കും. ഇത് നാളെ സങ്കടപ്പെടേണ്ടി വരും. രാത്രി ഉമ്മാക്ക് ഗ്യാസ് കയറി കഴിഞ്ഞപ്പോ ഞാൻ ഓർക്കണേണ്, രാത്രിയില് ചെറുപ്പത്തിൽ ഗ്യാസ് കയറി കഴിഞ്ഞപ്പോ ഒരു സോഡ വാങ്ങാൻ വേണ്ടി അവിടെ അസീസ് കടയിലേക്ക് ഇറങ്ങി ഓടി. രാത്രിയിൽ ആ കട കൂട്ടണായിരുന്നു. ഒന്നൊരു സോഡ വാങ്ങിച്ചിട്ട് ഞാൻ വേഗത്തിൽ നടന്നു വരുമ്പോ പിറ്റേ ദിവസം അവിടെ പാട്ടായി. ഞാൻ വെള്ളമടിക്കാൻ പോയി. ഈ കുറെ കാലത്തിന് മുമ്പ് ഞാൻ തുണിക്കച്ചവടം നടത്തിയിരുന്നു. ഈ തുണിക്കച്ചവടം നടത്തിയ സമയത്ത് പെരുമ്പാവൂരുള്ള ഒരു ഹോൾസെയിൽ കടയിൽ തുണി എടുക്കാനായിട്ട് വന്നപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. ഒരു മതിലിന്റെ അരികെ കണ്ടപ്പോൾ അവിടെ വണ്ടി ഇടാൻ സ്ഥലം കണ്ടപ്പോൾ ഞാൻ അവിടെ വണ്ടി ഒതുക്കിയിട്ട് ഞാൻ പോയി തുണിയെല്ലാം എടുത്ത് ഞങ്ങൾ പോരുകയും ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ പറയണു ഞാൻ ബാറിൽ വെള്ളം അടിക്കാൻ കയറിയത്. കാരണം ഈ മതില് ബാറിന്റെ മതിലായിരുന്നു. അത് ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു. അപ്പൊ ഇങ്ങനെ സത്യം എന്താണെന്ന് അറിയാതെ കുറ്റം ആരോപിക്കാൻ എളുപ്പം ഓടി നടക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അവർക്ക് വേറെ പണിയൊന്നുമില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങളോടൊന്നും നമുക്ക് ഇതില്ല. കാരണം ചിന്തിക്കാൻ കഴിവുള്ളവനിക്ക് മാത്രമേ ഇത് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. കാരണം പരിശുദ്ധ ഖുർആൻ അങ്ങനെ തന്നെയാണ് പറയുന്നത്, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. അപ്പൊ ചിന്തയില്ലാതെ കേട്ടറിവും വെച്ചുകൊണ്ട് അങ്ങോട്ട് ചാടുകയാണ്. എന്നിട്ട് പിന്നെ പോയി കേൾക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് നല്ലവരായ സത്യം അന്വേഷിക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന ആളുകൾ അന്വേഷിച്ചതല്ല, ഞാൻ പറയുന്നതല്ല, നിങ്ങൾ അന്വേഷിക്കണം. ഓരോ സൂഫികളെയും അന്വേഷിക്കുക. അവരുടെ ജീവിതം എങ്ങനെയാണ്, അവിടെ നടക്കുന്ന കാര്യങ്ങളോ കർമ്മങ്ങളോ നോക്കണ്ട. അപ്പൊ നമ്മളൊരു സ്ഥലത്തേക്ക് നടന്നു പോകുമ്പോൾ ഇപ്പൊ റെയിൽവേ ട്രാക്കിന്റെ അരികിൽ കൂടിയൊക്കെ നടന്നു പോകുമ്പോൾ കാശ് വെച്ചിട്ടേക്കണ കാണും. പക്ഷെ നമുക്ക് ആ വഴി തന്നെ വേണം നടന്നു പോകാൻ. ആ വഴി മൊത്തം കാശ് നടന്നും പറഞ്ഞാൽ നമുക്ക് പോകാതിരിക്കാൻ പറ്റുമോ? നമ്മളൊരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ നല്ല ലെതർ ചെരുപ്പൊക്കെ ഇട്ട് പോകുമ്പോൾ ഒരു വെള്ളം കിടക്കുകയാണ്. ആ വെള്ളം കിടന്നിട്ട് വേണം അപ്പുറം പോകാൻ. നമ്മൾ എന്ത് ചെയ്യും? അവിടെ വെള്ളം കിടന്ന് പോകാതിരിക്കുമോ? ഇല്ല, ആ ചെരുപ്പ് ഒരു കയ്യിൽ പിടിച്ചിട്ട് നമ്മൾ ആ വെള്ളത്തിൽ കൂടി കിടന്ന് അപ്പുറത്ത് പോകും. കാരണം നമുക്ക് ലക്ഷ്യത്തിലെത്തണം. വെള്ളമല്ല അവിടുത്തെ വിഷയം. വിലപ്പെട്ടത് നമ്മൾ എന്നതുപോലെ നമ്മുടെ വിലപ്പെട്ട അറിവ് നമ്മൾ എവിടെയെങ്കിലും മുക്കിക്കളയാനുള്ളതല്ല. അത് അതിന്റെ രീതിക്ക് സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ ആ ലക്ഷ്യം എന്താണ്, ലക്ഷ്യത്തിലേക്ക് നടന്നു നീങ്ങുക. ഇവിടെ അള്ളാഹനെ ആരും കണ്ടിട്ടില്ല. മരിച്ച് സ്വർഗത്തിൽ ചെന്നിട്ട് ഇതാണ് സ്വർഗമെന്ന് ആരും വന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞ ആളുകൾ ഈ പ്രവാചകന്മാരാണ്. അവരുടെ അടുത്ത് നിന്ന് സംശയം തീർക്കാൻ അവരും ഇല്ല. പിന്നെ ഉണ്ടായിരുന്ന ഈ സൂഫികളാണ്. അതിൽ നല്ലൊരു ശതമാനം ആളുകളും ഇപ്പൊ ഖബറിൽ പോയി. അപ്പൊ അത്തരം ആളുകളുടെ കൂടെ കഴിഞ്ഞു സഹവസിച്ചു വന്നപ്പോൾ ഞാൻ അനുഭവിച്ചു കണ്ട അറിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വിഷയങ്ങൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കാനുള്ള ബുദ്ധി അല്ലാഹു തആല നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അസ്സലാമു അലൈക്കും.